ഇപ്പോൾ വരുന്ന ഒരു മറ്റൊരു റിപ്പോർട്ട് എന്നാൽ വാർത്താ സമ്മേളനം ഇന്ത്യൻ ആർമിയുടെ വാർത്താ സമ്മേളനം 10 മണിയിലേക്ക് മാറ്റി എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ റിപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? 10 മണിയിലേക്ക് വാർത്താ സമ്മേളനം മാറ്റിയെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ശ്രീനിധി, തീർച്ചയായിട്ടും വാർത്താ സമ്മേളനത്തിൻ്റെ സമയത്തിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. നേരത്തെ 5:45, അതായത് രാവിലെ 5:45 എന്നായിരുന്നു ഈ ഒരു ആദ്യം വന്നിട്ടുള്ള വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് സമയത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. 10 മണിയോട് കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിൽ ഇപ്പോഴും ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും ഈ ഏറ്റുമുട്ടലുകൾ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ സേനയ്ക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ടാകണം. കാരണം ഈ കറാച്ചിയിലും അതോടൊപ്പം മറ്റു മേഖലകളിലും ഇന്ത്യൻ സേന തിരിച്ചടിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ തന്നെയും വിശദാംശങ്ങൾ ഈ സേനാ മേധാവികൾക്ക് ആരായേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരുമായും മറ്റു ഇൻ്റലിജൻസ് വിഭാഗങ്ങളുമായും ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ സേനാ വിഭാഗങ്ങൾക്ക് നേടിയെടുക്കേണ്ടതുണ്ടാകും, അല്ലെങ്കിൽ ശേഖരിക്കേണ്ടതുണ്ടാകും. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കണം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്ന ഈ സമയത്തിലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ 10 മണിക്കായിരിക്കും ഈ വാർത്താ സമ്മേളനം ഉണ്ടാവുക എന്ന കാര്യമാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെയും ബ്ലാക്ക് ഔട്ട് നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നിരവധി മേഖലകളിൽ ഇപ്പോഴും സൈറണുകൾ മുഴങ്ങുന്നുണ്ട് എന്നുള്ള കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. അതായത് അപായ സൂചന ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സൈറനിൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് ഇന്നലെ രാത്രി ഡ്രോൺ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ സൈറണുകൾ മുഴക്കിയിരുന്നു. വിവിധ മേഖലകൾ, ജമ്മു കാശ്മീരിൻ്റെ നഗരപ്രദേശങ്ങളിലടക്കം സൈറണുകൾ മുഴങ്ങുകയും പിന്നീട് ഈ മേഖലകളിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ആ സ്ഥലങ്ങളിലേക്ക് ജമ്മു കാശ്മീർ പോലീസും അതോടൊപ്പം സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യൻ സേന വിലയിരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം നിരവധി മേഖലകൾ തിരിച്ചടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. അതിലും ഒരു സ്ഥിരീകരണം വരുത്തിയതുണ്ട്. നേരത്തെ ഈ കരസേനാ മേധാവികൾ നൽകുന്ന വാർത്തകൾ മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മറ്റു വാർത്തകളൊക്കെ തന്നെയും വരുന്നുണ്ട്. വിവിധ മേഖലകളിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ തന്നെയും ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ തീർച്ചയായും ഈ ഒരു വാർത്താ സമ്മേളനം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ തന്നെ ആയിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. പാകിസ്ഥാനിലേക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം പാകിസ്ഥാനിലെ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാകേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ നൂർഖാൻ എയർബേസ് ഇന്ത്യ തകർത്തിരിക്കുന്നു. പാകിസ്ഥാനിലെ നൂർഖാൻ എയർബേസ് ഇന്ത്യ തകർത്തിരിക്കുന്നു എന്ന ഒരു വിവരം വരുന്നു. ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം മുഖേന തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വ്യോമപാത അടച്ചിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ വ്യോമപാത അടച്ചിട്ടിരിക്കുകയാണ്, പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 2 ദിവസങ്ങളിലായിട്ട് തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു ഡ്രോൺ ആക്രമണം യാത്രാ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടായിരുന്നു. നേരത്തെ കറാച്ചിയിൽ നിന്നും ലാഹോറിലേക്ക് പുറപ്പെടുന്ന ഒരു യാത്രാ വിമാനം ഈ വ്യോമപാതയിൽ ഉണ്ടായിരുന്നു. ഇതിനെ മറയാക്കിക്കൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണവും അത്തരത്തിൽ തന്നെയായിരുന്നു. 2 യാത്രാ വിമാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറയാക്കിക്കൊണ്ടാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് കരസേനാ മേധാവി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതും ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം ഈ ജാഗ്രത യുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ സുരക്ഷാ നടപടികളുടെ ഭാഗമായി 32 വിമാനത്താവളങ്ങൾ
വിമാനത്താവളങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. നേരത്തെ 27 വിമാനത്താവളങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിർത്തി സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അടച്ചിട്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. 32 വിമാനത്താവളങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നു. മെയ് 14 വരെയായിരിക്കും ഈ വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു നടപടികളിൽ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതേസമയം ശക്തമായിട്ടുള്ള തിരിച്ചടിയും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും വ്യക്തമാവുകയാണ്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കൂടുതൽ അക്രമാസക്തമാകുന്ന നിലയിലുള്ള ആക്രമണമാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും സ്ഫോടക വസ്തുക്കൾ അടക്കം നിറച്ചുകൊണ്ടുള്ള ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിൽ സ്ഫോടനം ഉണ്ടാകുന്നു. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലുള്ള വിമാനത്താവളത്തിന് സമീപവും അതോടൊപ്പം മറ്റു മേഖലകളിലും ഇത്തരത്തിലുള്ള ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത് വലിയ തീപിടുത്തത്തിനൊക്കെ തന്നെയും കാരണമായിട്ടുണ്ട്. എന്തായാലും മുർഷിദാബാദിൽ അടക്കമുള്ള ഈ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നിപ്പോൾ ജമ്മു കാശ്മീർ പോലീസും വ്യക്തമാക്കുകയാണ്. എന്തായാലും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ആയിരിക്കും ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവുക എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും കൂടുതൽ മനസ്സിലാവും.